ഇന്നാണ് ദിവസം. ഇന്നാണ് ക്രിസ്മസ് 2025 25 എന്ന് പറയുന്ന ഡിസംബറിലെ ആ ദിവസം ഇന്നാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മുടെ ദുബായ് മാളിൻ്റെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴുള്ള വിവിധ തരം ക്രിസ്മസ് ട്രീസ് ഇതെങ്ങനെയുള്ള രീതിയിലാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്, ഈ പ്രാവശ്യം അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുള്ള കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് നമ്മൾ ഇതെല്ലാം കണ്ടു വരുമ്പോൾ നമ്മുടെ ഫാഷൻ അവന്യൂ എന്നുള്ള കാഴ്ചയാണ്. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് ഫീൽ ആവില്ല. ഇത് നേരിട്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഈ ലൈറ്റ് ഇതിൽ കുറച്ച് വൈറ്റിഷ് കളറാണ്. ഇത് ഡയറക്റ്റ് കാണുമ്പോഴാണ് നല്ല മനോഹരമായി തോന്നുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു റോബോട്ടിക് ആയിട്ടുള്ള ഒരു സൈഡാണ്. അപ്പോൾ അവിടെ ഈ ഫേസ് ലിഫ്റ്റ് ചെയ്യുന്നതും ഫേസ് മൂവ് ചെയ്യുന്നതൊക്കെ വളരെ മനോഹരമായിട്ട് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് മരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ മനോഹരമാണ് കാണാൻ. ഇതിൽ ശരിക്കും വജ്രം പോലെ തിളങ്ങുന്ന ഇതൊക്കെ അകലെ നിന്ന് കാണാനും അടുത്തുനിന്ന് കാണാനും മനോഹരമാണ്. അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസൊക്കെ എടുക്കാൻ വേണ്ടി അനേകം പേരവിടെ വന്ന് നിൽക്കുന്നുണ്ട്. മൂന്ന് മിനിറ്റത്തെ നമ്മുടെ ഫൗണ്ടൈനിലെ ഷോയ്ക്ക് ശേഷം ഞാനവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്യാമറ അവിടെ ഒന്ന് സ്റ്റഡി ആയിട്ട് വെച്ചിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ ആണ് ബുർജ് ഖലീഫയുടെ. എൻ്റെ പ്രിയരെ, നമ്മൾ ബുർജ് ഖലീഫ ഇടയ്ക്ക് കാണാൻ വന്നു കഴിഞ്ഞാലും എല്ലാ ദിവസവും കണ്ടു കഴിഞ്ഞാലും നമുക്ക് മടുക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മടുക്കാത്തൊരു ബിൽഡിങ്ങാണ് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. അത് ഏത് സൈഡിൽ നോക്കിയാലും എത്ര ദൂരം അകലെ നോക്കിയാലും ഇതിൻ്റെ മനോഹാരിത അത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ അല്ലൈൻ റൂട്ടിലൂടെയൊക്കെ വരുമ്പോൾ അത് വേറെ ലെവലാണ്. ഊദ് മേത്ത അല്ലൈൻ റൂട്ടിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു വേറെ ലെവലാണ്. അതുകൂടാതെ തന്നെ ആ സമയത്ത് തന്നെ സൂക്കൽ ബഹർ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു സൂക്കുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ദേര സൂക്കിൻ്റെ ഒരു ചെറിയ സൂക്ക് ദുബായ് മാളിൽ ഉള്ളിൽ വെച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിനോട് ചേർന്നുള്ള ചില സ്ഥലങ്ങൾ, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, നമ്മുടെ ഫൗണ്ടൈൻ്റെ ഏറ്റവും ബാക്കിലുള്ള ഭാഗം, നമ്മുടെ ലവിൻ്റെ ഒരു സ്ട്രക്ചർ ഇരിക്കുന്ന ഭാഗമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇപ്പോൾ ഇവിടെയാണ് കുറേ പേരൊക്കെ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലം. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല ഒന്നാന്തരം തിരക്കായിരുന്നു. കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയുടെ അവസാനമൊക്കെ എത്തുമ്പോൾ ജനക്കൂട്ടം വന്ന് വൈകുന്നേരം 6 മണിക്കുള്ള ഷോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അവർ റെഡിയാണ് ആ സമയത്തിന് വേണ്ടിയിട്ട്. അത് 1 മണിക്കൂർ 2 മണിക്കൂർ എത്ര മണിക്കൂർ വെയിറ്റ് ചെയ്താലും ആ ഷോ കാണുക എന്നുള്ളതാണ് വരുന്നവരുടെ ഏറ്റവും വലിയ കാര്യം. അത് വീഡിയോയിൽ പകർത്തുക. എത്ര പേരത് യൂട്യൂബിലോ മറ്റുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 6 മണിയാവാൻ 10 മിനിറ്റുള്ള സമയത്ത് ഇവിടെ ലൈറ്റ് തെളിഞ്ഞത്. അങ്ങോട്ട് പോകാൻ ഞാൻ തുനിഞ്ഞില്ല, കാരണം നല്ല കൺജസ്റ്റഡ് ആയിരുന്നു. ഞാൻ എവിടെ നിന്നോ അവിടെ തന്നെ നിന്നിട്ടാണ് ഈ വിഷ്വൽസൊക്കെ പകർത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് മിക്സ്ഡ് നേഷൻസിൽ നിന്ന് വന്ന ഒരുപാട് പേര് ഇതൊക്കെ കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ ഷോ ഏകദേശം മിനിറ്റുകൾക്കകം തുടങ്ങും. അപ്പോൾ ഈ ക്രെയിനൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് ന്യൂ ഇയറിൻ്റെ ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ ന്യൂ ഇയറിൻ്റെ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഇതോട് ചൂടെ ചെയ്ത് ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയത്. ഈവൻ
ലൈവ് ക്യാമറ വരെ അവർ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലൊക്കെ കാണുന്ന തരത്തിലുള്ള ക്യാമറ ഒക്കെ അവർ ഹൈ റെസൊല്യൂഷനുള്ള ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയാണ്. ഈ മനോഹരമായ കാഴ്ച ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഈ വർഷം. കാരണം അത്രയും ജനക്കൂട്ടത്തിനിടയിൽ നിന്നും ഈ ദൃശ്യം പകർത്തുക എന്നുള്ളൊരു വലിയൊരു ഭാഗ്യമായിരുന്നു. ഇനി വാട്ടർ ഷോ.